വടക്ക് ചൈനയുടെ ടിബറ്റ് സ്വയംഭരണ പ്രദേശം, കിഴക്ക് മ്യാൻമർ, പടിഞ്ഞാറ് ഭൂട്ടാൻ, തെക്ക് അസമും നാഗാലാൻഡും, ഹിമാലയൻ മലനിരകളും ഇടതൂർന്ന വനങ്ങളും ബ്രഹ്മപുത്രയും സിയാങ് നദിയും കാങ്ടോ കൊടുമുടിയും ഡോങ് താഴ്വരയുമുള്ള ലാൻഡ് ഓഫ് ദി ഡോൺലിറ്റ് മൗണ്ടെയ്ൻസ്. രാജ്യത്ത് ഉദയസൂര്യൻ ആദ്യമെത്തുന്ന നാട് അരുണാചൽ പ്രദേശ്. ടിബറ്റിനെ കൈവെള്ളയിലാക്കുന്ന ചൈനയുടെ 5 ഫിംഗർ പോളിസിയിൽ ലഡാക്കിനും നേപ്പാളിനും സിക്കിമിനും ഭൂട്ടാനുമൊപ്പം നിർണായകമായ ഒരു വിരൽ. ഇന്ത്യൻ ഭരണാധികാരികളുടെ ഇടപെടലിൽ ചൈനയെ നിരന്തരം അസ്വസ്ഥപ്പെടുത്തുന്ന തന്ത്രപ്രധാന സ്ഥാനം. അതിർത്തി പ്രശ്നങ്ങൾക്കും അവകാശവാദങ്ങൾക്കും നെടുംതൂണായ ഈ പ്രദേശമാണ് ഇന്ന് ചൈനയുടെ കോർ ഇൻട്രസ്റ്റ്. 2049 ദ ഗ്രേറ്റ് റീജുവനേഷൻ ഓഫ് ദ ചൈനീസ് നേഷൻ എന്ന ദേശീയ തന്ത്രത്തിന്റെ ഭാഗമായി പട്ടാളത്തിന്റെ മോടി കൂട്ടി ചൈന അരുണാചലിലേക്ക് എത്തുമെന്നാണ് അമേരിക്കയുടെ മുന്നറിയിപ്പ്. സമാധാനം അടവാക്കി ചൈന ഇന്ത്യയെ കബളിപ്പിക്കുകയാണെന്നും പെന്റഗൺ പറയുന്നു. എന്താണ് ചൈനയുടെ ഭാവം? ചിക്കൻ നെക്കിലും ഗാൽവനിലുമുള്ള ഫോക്കസ് അരുണാചലിലേക്ക് കേന്ദ്രീകരിക്കുകയാണോ? പെന്റഗൺ റിപ്പോർട്ട് ഇന്ത്യക്ക് ആശങ്കയാകുന്നത് എങ്ങനെ? ഇന്ത്യ ചൈന അതിർത്തിയിൽ അരുണാചൽ പ്രദേശ് സംഘർഷ മേഖലയായി ഉയർന്നുവരാൻ സാധ്യതയുണ്ടെന്നാണ് പെന്റഗൺ റിപ്പോർട്ട് നൽകുന്ന സൂചന. അരുണാചൽ പ്രദേശിന് മേൽ ചൈന അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ടെന്നാണ് US കോൺഗ്രസിന് സമർപ്പിച്ച വാർഷിക റിപ്പോർട്ടിൽ പെന്റഗൺ ചൂണ്ടിക്കാട്ടുന്നത്. ഗ്രേറ്റ് റീജുവനേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായി തായ്വാൻ, ദക്ഷിണ ചൈന കടലിലെ അവകാശവാദങ്ങൾ, സെൻകാക്കു ദ്വീപുകൾ എന്നിവ പോലെ അരുണാചൽ പ്രദേശും ചൈനയുടെ കോർ ഇൻട്രസ്റ്റ് വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്. ഇതിൽ വിട്ടുവീഴ്ചകൾക്ക് ചൈന തയ്യാറല്ലെന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ദേശീയ പുനരുജ്ജീവനത്തിന് അനിവാര്യമാണ് ഈ തർക്ക പ്രദേശങ്ങളുമായുള്ള ചൈനയുടെ പുനരേകീകരണമെന്നാണ് ബീജിംഗ് കണക്കാക്കുന്നത്. ആഗോളതലത്തിൽ പോരാടാനും വിജയിക്കാനും കഴിവുള്ള ലോകോത്തര സൈനിക ശക്തി രൂപപ്പെടുത്താനും ചൈന ലക്ഷ്യമിടുന്നതായി പെന്റഗൺ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട്. മിലിറ്ററി ആൻഡ് സെക്യൂരിറ്റി ഡെവലപ്മെന്റ്സ് ഇൻവോൾവിംഗ് ദ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന 2025 എന്ന വാർഷിക റിപ്പോർട്ട് ഇക്കഴിഞ്ഞ ഡിസംബർ 24 പ്രതിരോധ ആസ്ഥാനമായ പെന്റഗൺ US കോൺഗ്രസിന് സമർപ്പിച്ചത്.